വിശാലിനിയുടെ ഇന്നത്തെ എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ റോഡിൻ്റെ ഒരു സൈഡിലേക്ക് ബുള്ളറ്റ് ഒതുക്കി അവിടെ നിന്ന് എന്തോ ആലോചിച്ച് വിഷമിച്ച് ബുള്ളറ്റിൽ ചാരി നിൽക്കുകയാണ് വിഷ്ണു. പുറകെ ഒരു ബൈക്കിലിരിക്കുകയാണ് കമലൻ. കുറേ നേരം വിഷ്ണുവിനെ തന്നെ നോക്കിയിരുന്ന കമലൻ സ്വയം ചിന്തിക്കുകയാണ്, കുറേ നേരമായല്ലോ ഈ നിൽപ്പ് തുടങ്ങിയിട്ട് ആശാനൊന്നും പറയുന്നതുമില്ല. ശാരികയുടെ കല്യാണം മുടങ്ങിയതിൻ്റെ പേരിൽ ഇനി ഏട്ടത്തിയമ്മയുമായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടായോ ആവോ? എന്നാൽ അന്നേരം മനസ്സ് തകർന്ന് വിഷ്ണു ചിന്തിക്കുന്നത് ശാലിനിക്ക് വീട്ടിൽ നിന്നും പൈസ എടുത്തുകൊണ്ട് കൊടുക്കാൻ പോയപ്പോൾ സത്യഭാമ തന്നോട് പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ്. സത്യഭാമയുടെ പൈസയ്ക്ക് വിഷ്ണുവിന് ഒരു അധികാരവും ഇല്ല എന്ന് സുസ്മിതയും പറഞ്ഞ കാര്യങ്ങളുമൊക്കെ ഓർത്ത് കണ്ണു നിറഞ്ഞു നിൽക്കുകയാണ് വിഷ്ണു. കുറേ നേരമായിട്ടും വിഷ്ണു ഉണ്ടാതെ നിൽക്കുമ്പോൾ അടുത്തേക്ക് ചെന്ന് കമലൻ ചോദിക്കുകയാണ്, എന്താ ആശാനെ പ്രശ്നം? അന്നേരം വിഷ്ണു പറയുകയാണ്, ഒരു ജോലി വേണമെടാ, നമുക്കിഷ്ടം പോലെ ജോലി കിടക്കുമല്ലേ എന്ന് കമലൻ ചോദിക്കുമ്പോൾ വിഷ്ണു പറയുകയാണ്, അമ്മയ്ക്ക് വേണ്ടി പലിശ പിരിക്കാൻ പോകുന്ന കാര്യമല്ല ഞാൻ പറഞ്ഞത്, സ്വന്തമായിട്ട് എനിക്കൊരു ജോലി വേണം. അതെന്തിനാശാനെ ഇപ്പോൾ വേറൊരു ജോലി? അന്നേരം വിഷ്ണു പറയുകയാണ്, കുടുംബത്തിന് വേണ്ടി നമ്മൾ എന്തൊക്കെ ചെയ്താലും അതൊന്നും ജോലിയുടെ പട്ടികയിൽ വരില്ലടാ. അതിനൊക്കെ ഒരു ഓമന പേരുണ്ട്, കടമ. മകൻ്റെ കടമ, ഭർത്താവിൻ്റെ കടമ. അതിന് പ്രതിഫലം ഒന്നും പ്രതീക്ഷിക്കേണ്ട, ഒരു നന്ദിയോ സ്നേഹമോ ഒന്നും പ്രതീക്ഷിക്കേണ്ട കാര്യം ഇല്ല. എടാ, ഇപ്പോൾ ഞാൻ മാത്രമല്ല വീട്ടിലുള്ളത്, ഒരു പെൺകുട്ടി കൂടിയുണ്ട്. അവളും ഔദാര്യത്തിൽ കഴിയേണ്ടി വരുന്നത് എനിക്കിഷ്ടമല്ല. എടാ, ഭാര്യയ്ക്ക് 4 നേരം ആഹാരം കണ്ടെത്തി കൊടുക്കാൻ കഴിയാത്തവൻ പുരുഷനാണോടാ എന്നൊക്കെ സങ്കടത്തോടു കൂടി കമലിനോട് ചോദിക്കുകയാണ് വിഷ്ണു. വിഷ്ണുവിൻ്റെ സങ്കടകരമായ അവസ്ഥ കണ്ട് കമലൻ പറയുകയാണ്, സത്യാമ്മയും ആശാനും തമ്മിൽ എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടായി എന്ന് ഞാൻ കേട്ടിരുന്നു. പക്ഷെ അത് ഇത്രത്തോളം ആശാനും മനസ്സ് വിഷമിപ്പിക്കുമെന്ന് ഞാൻ കരുതിയില്ല. ആശാനിപ്പോൾ എന്ത് ജോലി ചെയ്യുമെന്നാണ്? അന്നേരം വിഷ്ണു പറയുകയാണ്, അതിപ്പോൾ ഞാൻ ആലോചിക്കുന്നില്ല, കിട്ടുന്ന എന്ത് ജോലിയും ചെയ്യാൻ ഞാൻ തയ്യാറാണ്. കമലൻ പറയുകയാണ്, പക്ഷെ ആശാനെ ഒരു കുഴപ്പമുണ്ട്, ആശാൻ അധികം പഠിച്ചിട്ടില്ലല്ലോ. ഇപ്പോൾ കൂലിവേലയ്ക്ക് പോകുന്നവർ പോലും ഡബിൾ MAക്ക് പഠിച്ചവരാണ്. സങ്കടം കടിച്ചമർത്തി വിഷ്ണു പറയുകയാണ്, പഠിക്കുന്ന കാലത്ത് പഠിക്കാനും തോന്നിയില്ല, ചുറ്റും കാണുന്നതെല്ലാം സ്വന്തമാണെന്ന് അന്ന് തോന്നിയിരുന്നു. അങ്ങനെയല്ല എന്ന് ജീവിതം ഇപ്പോൾ തിരിച്ചു പഠിപ്പിച്ചു. അന്നേരം കമലൻ പറയുകയാണ്, പല ജോലിക്കും ഇപ്പോൾ പ്രവൃത്തി പരിചയമൊക്കെ വേണം ആശാനെ. അല്ലാത്ത ജോലികളൊക്കെ ഇപ്പോൾ ബംഗാളികളും ഒറീസക്കാരും ഒക്കെയാണ് ചെയ്യുന്നത്. അന്നേരം വിഷ്ണു പറയുകയാണ്, എന്നാൽ പിന്നെ പരിചയമുള്ള ജോലിയാണെങ്കിൽ ഏതെങ്കിലും കൊട്ടേഷൻ കിട്ടുമോ എന്ന് നോക്ക്, അതല്ലേ ചെയ്ത് ശീലിച്ചിട്ടുള്ളത്. ആശാൻ എന്തൊക്കെയാണ് ഈ പറയുന്നത്? സത്യാമ്മയുടെ മോൻ കൂലിക്ക് തല്ലാനും വെട്ടാനുമൊക്കെ പോകുന്നെന്നോ? അന്നേരം ദേഷ്യപ്പെട്ട് വിഷ്ണു ചോദിക്കുകയാണ്, അതിനിപ്പോൾ എന്താടാ കുഴപ്പം? സത്യഭാമയുടെ മകൻ ഇത്രയും കാലം സത്യഭാമയ്ക്ക് വേണ്ടി കൂലിയില്ലാതെ തല്ലാനും വെട്ടാനും ഒക്കെ പോയി. ഇനിയിപ്പോൾ കൂലി വാങ്ങിച്ചിട്ട് ബാക്കിയുള്ളവർക്ക് വേണ്ടി തല്ലാനും കൊല്ലാനുമൊക്കെ പോകുന്നു. രണ്ടിനും ഒരു പേര് തന്നെയാണ്, ഗുണ്ട. അന്നേരം സങ്കടം പൊട്ടുകയാണ് വിഷ്ണുവിന്. സങ്കടത്തോടെ വിഷ്ണു പറയുകയാണ്, 3/4 ചക്രത്തിൻ്റെ ഗുണ്ടയെന്ന് പലപ്പോഴും ശാലിനി എന്നെ പരിഹസിച്ചിട്ടുണ്ട്. അത്ര പോലും വിലയില്ല എന്ന് സ്വന്തം അമ്മ ഇപ്പോൾ മനസ്സിലാക്കി. അവിടെ ഞാൻ വെറുമൊരു കാവൽ നായ. വിഷ്ണുവിൻ്റെ സങ്കടം സഹിക്കവയ്യാതെ കമലൻ വിഷ്ണുവിൻ്റെ അടുത്തേക്ക് ചെന്ന് കയ്യിൽ പിടിച്ച് ആശാനെന്ന് വിളിക്കുകയാണ്. അന്നേരം കമലനെ തട്ടിമാറ്റി വിഷ്ണു പറയുകയാണ്, പോടാ പോ. വിഷ്ണുവിന് ആരും വേണ്ടടാ, ആരും എന്ന് പറഞ്ഞ് വീണ്ടും ബുള്ളറ്റിൽ പിടിച്ച് അങ്ങനെ സങ്കടപ്പെട്ട് നിൽക്കുകയാണ്. തുടർന്ന് കാണിക്കുന്നത് അമ്പലത്തിൽ തൊഴുവാനായി പോയ ശാരികയെ പുറത്ത് കാത്തു നിൽക്കുന്ന രാജീവിനെയാണ്. രാജീവിനെ കണ്ടിട്ടും മൈൻഡ് ചെയ്യാതെ തൻ്റെ മുൻപിലൂടെ കടന്നു പോകുന്ന ശാരികയെ കൈക്ക് പിടിച്ച് നിർത്തുകയാണ് രാജീവ്. എന്നിട്ട് ചോദിക്കുകയാണ്, ഇയാളെന്താ ഒരു പരിചയമില്ലാത്തതുപോലെ കടന്നു പോകുന്നത്? ഗൗരവഭാവത്തിൽ തന്നെ ശാരിക പറയുകയാണ്, പരിചയം പുതുക്കലിൻ്റെ കാര്യം ഇനി ഇല്ല സാർ. മനസ്സിലായില്ല എന്ന് രാജീവ് പറയുമ്പോൾ ശാരിക പറയുകയാണ്, പരിചയവും സ്നേഹം പുതുക്കലുമൊക്കെ എന്തെങ്കിലുമൊക്കെ ബന്ധത്തിൻ്റെ പേരിലാണല്ലോ. നമ്മൾ ഹൃദയം പറിച്ചെടുത്ത് ഒരു തുലാസിൽ വച്ചാലും മറുവശത്ത് വയ്ക്കുന്നത് സ്വർണവും പണവും ഒക്കെ ആണെങ്കിൽ ആ തട്ടേ താന്നു നിൽക്കുകയുള്ളൂ. ഓഹോ, അപ്പോൾ താൻ എന്നെ അങ്ങനെയാണ് മനസ്സിലാക്കിയിരിക്കുന്നത് അല്ലേ എന്ന് രാജീവ് ചോദിക്കുന്നു. അന്നേരം സങ്കടത്തോടെ ശാരിക പറയുകയാണ്, എനിക്ക് മാത്രമല്ല ആ കല്യാണ പന്തലിൽ വന്ന സകലർക്കും മനസ്സിലായി സാർ എങ്ങനെയുള്ള ആളാണെന്ന്. എൻ്റെ ഹൃദയത്തിൽ വളരെ ഉയരത്തിലായിരുന്നു ഞാൻ സാറിനെ പ്രതിഷ്ഠിച്ചിരുന്നത്. പക്ഷെ ആ വിഗ്രഹം അന്നവിടെ വീണുടഞ്ഞു. അമ്മയുടെ ചൊൽപ്പടിക്ക് നിൽക്കുന്ന പെൺവീട്ടുകാരുടെ ചങ്ക് പിളർന്ന് സ്വർണവും പണവുമൊക്കെ വസൂലാക്കിയെടുക്കുന്ന ഒരു ചെറുപ്പക്കാരൻ, അത്രയുള്ളൂ അന്ന് രാജീവ് സാറിൻ്റെ ചിത്രമെന്ന് എല്ലാവരുടെയും മനസ്സിൽ. അത്രയും പറഞ്ഞ് ശാരിക വീണ്ടും പോകാൻ തുടങ്ങുമ്പോൾ ശാരികയുടെ കൈക്ക് പിടിച്ച് നിർത്തുകയാണ് രാജീവ്.
കണ്ണു നിറഞ്ഞ് രാജീവ് ചോദിക്കുകയാണ്, പരിചയപ്പെട്ടിട്ട് കുറേ കാലമായല്ലോ, പക്ഷെ ഞാൻ എന്തെങ്കിലും സ്വർണത്തിനെ പറ്റിയോ സ്വത്തിനെ പറ്റിയോ തന്നോട് ചോദിച്ചിട്ടുണ്ടോ? സാറ് തന്നെ ചോദിക്കണമെന്നില്ലല്ലോ എന്ന് പറയുമ്പോൾ രാജീവ് പറയുകയാണ്, ഈ ആലോചനയുമായി ആദ്യമായിട്ട് നിങ്ങളുടെ വീട്ടിലേക്ക് കയറി വന്നത് ഞാനാണ്. സ്ത്രീധനമായിട്ട് പണമോ സ്വർണമോ ഒന്നും വേണ്ടാന്ന് ഞാൻ ശാരദാമ്മയ്ക്ക് കൊടുത്ത ഉറപ്പാണത്. ഒന്നും ചോദിക്കരുതെന്ന് ഞാൻ അമ്മയെയും പറഞ്ഞു വിലക്കിയിരുന്നു. അന്നേരം ശാരിക പറയുകയാണ്, എല്ലാം അവസാനിച്ച സ്ഥിതിക്ക് ഇനി ഞാൻ കാര്യങ്ങൾ തുറന്നു പറയാം. നിശ്ചയത്തിന് തന്നെ ഞാൻ 30 പവൻ ഇട്ട് കാണണമെന്നായിരുന്നു സാറിൻ്റെ അമ്മയും അമ്മാവനും ഒക്കെ വെച്ച ഡിമാൻഡ്. അത് കേട്ട് അമ്പരക്കുകയാണ് രാജീവ്. തക്കലയിൽ നിന്നും ഇവിടെ എത്തിയപ്പോഴേക്കും അവരക്കാര്യം ശാലിനിയോട് പറഞ്ഞിരുന്നു. അന്ന് മുതലേ ഞങ്ങളുടെ തലയ്ക്കുമീതെ ഒരു വാള് തൂങ്ങിക്കിടക്കുന്നത് പോലെയായിരുന്നു. അമ്മയുടെ കയ്യിൽ നിന്നും അച്ഛൻ കൊണ്ടുപോയ 30 പവൻ വാങ്ങിച്ചാണ് ആദ്യം നിശ്ചയം നടത്തിയത്. പക്ഷെ ആ നിശ്ചയം മുടങ്ങിയതോടുകൂടി പൊന്ന് രാജേശ്വരി തിരിച്ചു വാങ്ങിച്ചു കൊണ്ടുപോയി. രണ്ടാമത്തെ തവണ നിശ്ചയത്തിന് വന്നപ്പോഴും വിജയമ്മ ആ 30 പവന്റെ കാര്യം ഞങ്ങളോട് ആവശ്യപ്പെട്ടിരുന്നു. പിന്നെ അതായി ഞങ്ങളുടെ നെഞ്ചിലെ തീയ്. അമ്മ കിടന്ന് പെടുന്നത് കണ്ട് ഒരു തവണ എല്ലാം പറയാനായി ഞാൻ സാറിനെ ഫോൺ ചെയ്തതാണ്. പക്ഷേ കോൾ അറ്റൻഡ് ചെയ്തത് വിജയമ്മയായിരുന്നു. അന്ന് രാത്രി തന്നെ അമ്മ ശാലിനിയെ കൂടി വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയിരുന്നു. സ്ത്രീധനത്തിൻ്റെ കാര്യം സാർ അറിഞ്ഞാൽ വിവാഹം നടക്കില്ലെന്നായിരുന്നു അന്ന് വിജയമ്മയുടെ ഭീഷണി. ഒന്നും സാർ അറിയില്ല എന്ന ഉറപ്പിലാണ് നിശ്ചയം നടന്നത് തന്നെ. എന്നാൽ ഇതൊക്കെ കേട്ട് ആകെ ഞെട്ടി സങ്കടപ്പെട്ട് നിൽക്കുകയാണ് രാജീവ്. സങ്കടത്തോടെ ശാരിക പറയുകയാണ്, ആ 30 പവൻ ഒപ്പിക്കാൻ സഹായിച്ചത് അച്ഛൻ കാണിച്ച കരുണ കൊണ്ടായിരുന്നു. അച്ഛൻ പണയം വയ്ക്കാനായിട്ട് ഞങ്ങളുടെ വീടിൻ്റെ ആധാരം കൊണ്ടുവന്ന് തന്നു. പക്ഷേ ദുരിതം അവിടെയും ഞങ്ങളെ വിട്ടൊഴിഞ്ഞില്ല. ശാലിനിക്ക് ആധാരം മാറിയതോടുകൂടി ഞാനും എൻ്റെ കുടുംബവും വീണ്ടും അവിടെ അപമാനിതരായി. കല്യാണവുമായി ബന്ധപ്പെട്ട് ഇത്രയും നാടകീയ സംഭവങ്ങൾ നടന്ന ഇത്രയും അപമാനിതയായ ഏതൊരു പെൺകുട്ടി ഉണ്ടാവും സാർ ഈ ലോകത്ത് എന്ന് പറഞ്ഞ് കരയുകയാണ് ശാരിക. അന്നേരം ഉത്തരമില്ലാതെ നിൽക്കുകയാണ് രാജീവ്. ശാരിക പറയുകയാണ്, മതിയായി, അതുകൊണ്ടാണ് പറഞ്ഞത് ഇനി പരിചയവും സ്നേഹവും ഒന്നും വേണ്ടാന്ന്. അത്രയും പറഞ്ഞ് ശാരിക പോകാനൊരുങ്ങുമ്പോൾ വീണ്ടും നിക്ക് എന്ന് പറയുകയാണ് രാജീവ്. എടോ, കല്യാണത്തലേന്നും ഞാൻ തന്നോട് ഫോൺ ചെയ്ത് ചോദിച്ചതല്ലേ എൻ്റെ അമ്മ സ്ത്രീധനമായിട്ട് പൊന്നോ പണമോ എന്തെങ്കിലും ആവശ്യപ്പെട്ടോന്ന്? അപ്പോൾ താൻ എന്താ പറഞ്ഞത്? അമ്മ ഒന്നും ചോദിച്ചിട്ടില്ല, ശാരദാമ്മ 30 പവൻ കൊടുക്കാമെന്ന് അങ്ങോട്ട് പറഞ്ഞൂന്ന്. അത് തന്നെയാണ് അമ്മ എന്നെയും പറഞ്ഞ് ധരിപ്പിച്ചത്. ഇങ്ങോട്ട് തരാമെന്ന് പറഞ്ഞത് തരില്ല എന്ന് വച്ചിരുന്നാൽ ഈ കല്യാണം നടക്കില്ല എന്ന് പറഞ്ഞ് അമ്മ എന്നെയും ഭീഷണിപ്പെടുത്തിയിരുന്നു. അന്ന് താൻ ഒരേ ഒരു വാക്ക് എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ ഇതൊന്നും ഉണ്ടാകില്ലായിരുന്നു. നിർബന്ധമായും 1 പവൻ പോലും സ്ത്രീധനം മേടിക്കാൻ ഞാൻ സമ്മതിക്കില്ലായിരുന്നു. പെൺമക്കൾ ജനിച്ച് എന്ന കുറ്റത്തിന് അച്ഛനമ്മമാർ ശിക്ഷിക്കപ്പെടരുത് എന്ന് ധരിക്കുന്ന കൂട്ടത്തിലുള്ള ഒരാളാണ് ഈ ഞാൻ. അന്നേരം ശാരിക പറയുകയാണ്, സാറിനോട് പറയാതിരുന്നു എന്നതിൻ്റെ പേരിൽ സാറിന് എനിക്ക് നേരെ വിരൽ ചൂണ്ടാം. പക്ഷേ ആധാരം പണയം വെച്ച് ആഭരണങ്ങൾ കിട്ടിയത് കൊണ്ട് പ്രശ്നങ്ങളെല്ലാം അവസാനിച്ചു എന്നാണ് ഞാൻ കരുതിയിരുന്നത്. പിന്നെ സാറിൻ്റെ അമ്മയെ ഞാൻ എന്തിനു വെറുതെ കുറ്റക്കാരിയാക്കണം? അതുകൊണ്ടാണ് ഞാനൊന്നും പറയാതിരുന്നത്. വിജയമ്മയുടെ വിരോധം സംഭവിച്ചുകൊണ്ട് വേണോ പിന്നെ ഞാൻ ആ വീട്ടിലേക്ക് വലതുകാൽ വെച്ച് കയറാനായിട്ട്? സങ്കടത്തോടെ രാജീവ് ചോദിക്കുകയാണ്, എന്നിട്ടിപ്പോൾ ഫലം എന്തായി? കോളേജ് ലെക്ചർ രാജീവ് സ്ത്രീധന കൊതിമൂത്ത ചെന്നായായി. ആരെങ്കിലും ഒന്ന് കംപ്ലൈൻറ്റ് ചെയ്താൽ എൻ്റെ ജോലി തന്നെ പോയി കിട്ടും, അറിയോ തനിക്ക്? സങ്കടം വന്ന് സ്വരം ഇടറി രാജീവ് ചോദിക്കുകയാണ്, അത് പോട്ടെ, പഠിപ്പിക്കുന്ന കുട്ടികളുടെ മുഖത്ത് ഞാൻ എങ്ങനെ നോക്കും? പുസ്തകം നിവർത്തിപ്പിടിച്ച് സന്മാർഗം പഠിപ്പിക്കുമ്പോൾ അടക്കി പിടിച്ച് ചിരിക്കില്ലേ അവരെൻ്റെ മുഖത്ത് നോക്കി? വീണ്ടും സങ്കടത്തോടെ ശാരിക പറയുകയാണ്, പലവട്ടം ഞാൻ പിന്മാറാൻ നോക്കിയപ്പോഴും സാറാണ് എൻ്റെ പിന്നാലെ വന്നത്. നമ്മുടെ വിവാഹം നടന്നു കിട്ടാൻ ശാലിനി സ്വന്തം ജീവിതം ബലി കൊടുത്തതുകൊണ്ട് അമ്മയുടെ അഗ്നിപരീക്ഷയും കണ്ടു നിൽക്കേണ്ടി വന്നു എനിക്ക്. പക്ഷെ സാറ് പേടിക്കേണ്ട, ഈ കേസിൽ പരാതിക്കാര് ഉണ്ടാവില്ല. പിന്നെ മറ്റുള്ളവരുടെ മുഖത്ത് നോക്കുന്ന കാര്യം, ശാരദാമ്മയും മക്കളും മാത്രം അഭിമാനമില്ലാത്തവരാണല്ലോ അല്ലേ? നാണം കെട്ട് ജീവിക്കാൻ വിധിക്കപ്പെട്ടവർ. ശാരികയുടെ സങ്കടം കണ്ട് ശാരികയെന്ന് രാജീവ് വിളിക്കുമ്പോൾ കൈ ഉയർത്തി ശാരിക പറയുകയാണ്, വേണ്ട സാർ. UGC സ്കെയിലിൽ ശമ്പളം വാങ്ങിക്കുന്ന സാറിനെയും ജീവിക്കാൻ വേണ്ടി എച്ചിൽ പാത്രം കഴുകുന്ന ഒരു ചായക്കടക്കാരിയുടെ മകളെയും തമ്മിൽ ചേർക്കാൻ ശ്രമിച്ചത് തന്നെ തെറ്റ്. ഇതൊക്കെ ഞാൻ അതിമോഹത്തിനുള്ള ശിക്ഷയായി കരുതി സമാധാനിച്ചോളാം. മതി സാർ, ഇനി എനിക്ക് ഇതിൽ കൂടുതൽ താങ്ങാൻ വയ്യ, എന്നെ വിട്ടേക്ക് എന്ന് പറഞ്ഞ് തൊഴുതു നിൽക്കുകയാണ് രാജീവിൻ്റെ മുമ്പിൽ ശാരിക. അതിനുശേഷം ശാരിക അവിടെ നിന്നും പോവുകയാണ്. ശാരി എന്നൊക്കെ രാജീവ് പുറകെ നടന്ന് വിളിക്കുന്നുണ്ടെങ്കിലും ശാരിക അതൊന്നും കേൾക്കാതെ അവിടെ നിന്നും പോകുന്നു.
തുടർന്ന് കാണിക്കുന്നത് സുസ്മിതയെ വെയിറ്റ് ചെയ്ത് റെസ്റ്റോറൻറ്റിൽ ഇരിക്കുന്ന രാജേശ്വരിയാണ്. രാജേശ്വരി സ്വയം പറയുകയാണ്, അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞ് റെസ്റ്റോറൻറ്റിലേക്ക് വരാൻ പറഞ്ഞിട്ട് ഇവളിത് എവിടെ പോയി കിടക്കുന്നു. അതേസമയം അവിടേക്ക് എത്തുകയാണ് സുസ്മിത. കുറേ നേരമായ ചേച്ചി വന്നിട്ടെന്ന് ചോദിക്കുന്നു സുസ്മിത. ഒരു 10 മിനിറ്റ് എന്ന് പറയുമ്പോൾ സുസ്മിത പറയുകയാണ്, ഞാൻ ബ്ലോക്കിൽ പെട്ടുപോയി ചേച്ചി. അല്ല, എന്താ വിഷയമെന്ന് രാജേഷ് ചോദിക്കുമ്പോൾ സുസ്മിത പറയുകയാണ്, ചേച്ചിക്ക് ഊഹിക്കാൻ പറ്റുന്നുണ്ടോ? ചിരിച്ച് രാജേശ്വരി പറയുകയാണ്, ശാരികയുടെ കല്യാണം മുടങ്ങിയ സന്തോഷത്തിൽ നീ എനിക്കൊരു പാർട്ടി തരുന്നോ? അതല്ലേ എന്ന് ചോദിക്കുമ്പോൾ ചിരിച്ച് സുസ്മിത പറയുകയാണ്, അതിപ്പോൾ ചേച്ചിക്ക് ഇങ്ങോട്ടും തരാവുന്നതല്ലേ ഉള്ളൂ. കാരണം എന്നെപ്പോലെ ചേച്ചിക്കും ഗുണമുണ്ടായില്ലേ. അന്നേരം വെയിറ്റർ വരുമ്പോൾ സുസ്മിത പറയുകയാണ്, എന്തായാലും ചെലവ് എൻ്റെ വക, ചേച്ചിക്ക് എന്താ വേണ്ടത്? രാജേശ്വരി പറയുകയാണ്, ഞാനൊരു തമാശ പറഞ്ഞെന്നേ ഉള്ളൂ, ലൈറ്റായിട്ട് എന്തേലും മതി. എന്നാൽ കൂൾ ഡ്രിങ്ക്സ് ആവാമല്ലേ, ചൂടല്ലേ എന്ന് പറഞ്ഞിട്ട് കൂൾ ഡ്രിങ്ക്സ് ഓർഡർ ചെയ്യുകയാണ് സുസ്മിത. തുടർന്ന് സുസ്മിത പറയുകയാണ്, ചേച്ചിക്ക് കൂടുതൽ ഗുണമുള്ള ഒരു കാര്യവുമായിട്ടാണ് ഞാനിപ്പോൾ വന്നിരിക്കുന്നത്. അത് മനസ്സിലാകാതെ എന്താന്ന് ചോദിക്കുകയാണ് രാജേശ്വരി. തുടർന്ന് ബാഗിൽ നിന്നും കുടുംബശ്രീ വീടിൻ്റെ ആധാരം എടുത്ത് രാജേശ്വരിക്ക് കൊടുത്തിട്ട് സുസ്മിത ചോദിക്കുകയാണ്, വായിച്ചിട്ട് എന്തെങ്കിലും മുൻപരിചയം തോന്നുന്നുണ്ടോ? ഇതല്ലേ എൻ്റെ വീട്ടിലെ അലമാരയിലിരുന്നതെന്ന് രാജേശ്വരി ചോദിക്കുമ്പോൾ സുസ്മിത പറയുകയാണ്, അതെ, അത് മാനത്തൂടെ പറന്നു വന്ന് ശാരദാമ്മയുടെ കയ്യിലെത്തി. പിന്നീട് അത് ശാലിനിയുടെ പക്കലും എത്തി. ഇത് മാറ്റിവെക്കാൻ ഞാനൊരു ബുദ്ധി പ്രയോഗിച്ചില്ലായിരുന്നുവെങ്കിൽ ഇതിപ്പോൾ പോളച്ചൻ്റെ ലോക്കറിൽ ഇരുന്നേനെ. കല്യാണം കഴിഞ്ഞ് ആ ശാരിക ഇപ്പോൾ രാജീവിൻ്റെ ബെഡ്റൂമിലും. അതൊക്കെ കേട്ട് കലിതുള്ളി ആകെ ദേഷ്യത്തോടെ ഇരിക്കുകയാണ് രാജേശ്വരി. ആ മനുഷ്യനെ ഇന്ന് ഞാൻ എന്നൊക്കെ രാജേശ്വരി പറയുന്നുണ്ട്. അന്നേരം സുസ്മിത പറയുകയാണ്, ഇനിയിപ്പോൾ ചേച്ചി തല്ലുകയോ കൊല്ലുകയോ എന്താ വേണമെന്ന് വെച്ചാൽ ചെയ്യ്. തൽക്കാലത്തേക്ക് ആ വിഷയം ഞാൻ വിട്ടുകളയാൻ പറഞ്ഞതിന് ഒരു കാരണമുണ്ടായിരുന്നു. അതേസമയം ആ റെസ്റ്റോറൻറ്റിലേക്ക് എത്തുകയാണ് കമലൻ. അവരുടെ പുറകിലെത്തുന്ന കമലൻ ഇവരുടെ സംസാരം ശ്രദ്ധിക്കുകയാണ്. സുസ്മിത പറയുകയാണ്, ചേച്ചിയുടെ ഭർത്താവ് ഗോപാലകൃഷ്ണൻ ഈ ആധാരം ശാരദാമ്മയ്ക്ക് കൊടുത്തത് ചേച്ചി അറിഞ്ഞെന്ന് വന്നാൽ ആ ആധാരം മാറ്റിയത് മറ്റാരെങ്കിലും ആണെന്നൊരു സംശയം വരും. ഇതിപ്പോൾ നമ്മളൊന്നും അറിഞ്ഞില്ല. ആ ആധാരം എവിടെയെന്ന് ആലോചിച്ച് അന്തം വിടുകയായിരിക്കും ഇപ്പോൾ നിങ്ങളുടെ ഗോപാലേട്ടൻ. ആധാരം സുരക്ഷിതമായി ഇപ്പോൾ നിങ്ങളുടെ അലമാരയിലേക്ക് മടങ്ങിയെത്തുകയും ചെയ്തു. ഇവരുടെ സംസാരമെല്ലാം കേട്ട് ഫോണെടുത്ത് ദൂരെ ഒരു സ്ഥലത്തേക്ക് മാറുകയാണ് കമലൻ. അതിനുശേഷം കമലൻ അന്ന് കല്യാണ പന്തലിൽ ശാലിനി തൻ്റെ ആധാരമാണ് പണയം വെച്ചത് എന്നൊക്കെ സത്യാമ്മയോട് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർക്കുന്നു. അതിനുശേഷം കമലൻ സ്വയം പറയുകയാണ്, അറിഞ്ഞുകൊണ്ട് ചതിക്കുകയായിരുന്നു അല്ലേ വഞ്ചകികളെ. ഒരു പാവം പെൺകുട്ടിയുടെ ജീവിതമാണ് 2 യക്ഷികളും കൂടി തകർത്ത് തരിപ്പണമാക്കിയത്. അന്നേരം സുസ്മിത രാജേശ്വരിയോട് പറയുകയാണ്, എത്ര കഷ്ടപ്പെട്ടിട്ടാണെന്നോ ഞാൻ ഈ ആധാരം ചേച്ചിക്ക് മടക്കി തരുന്നതെന്ന് അറിയാമോ? ആധാരം മാറ്റിവെച്ചത് ഞാനാണോ എന്ന് വിഷ്ണുവേട്ടനും പ്രീതിക്കും ഒരു സംശയം. ഇതന്വേഷിച്ച് അവരിന്ന് രാവിലെ എൻ്റെ റൂമിൽ റെയ്ഡൊക്കെ നടത്തിയിരുന്നു. പക്ഷെ ഞാനത് നേരത്തെ പ്രതീക്ഷിച്ചതെന്നുകൊണ്ട് രക്ഷപ്പെട്ടു. ആധാരം ഞാനങ്ങ് മുക്കി. അവർ മനസ്സിൽ കണ്ടപ്പോൾ ഞാനതങ്ങ് മാനത്ത് കണ്ടു. ഇനി എവിടെയാ തെളിവ് എന്ന് പറഞ്ഞ് ചിരിക്കുകയാണ് രാജേശ്വരിയും സുസ്മിതയും. ഇതൊക്കെ കേട്ട് ദേഷ്യപ്പെട്ട് കമലൻ ചിന്തിക്കുകയാണ്, തെളിവോ കാണിച്ചു തരാമടി എന്ന് പറഞ്ഞ് മൊബൈൽ അവരുടെ വീഡിയോ എടുക്കുകയാണ് കമലൻ. തുടർന്ന് സുസ്മിതയ്ക്ക് താങ്ക്സ് പറയുകയാണ് രാജേശ്വരി. എന്നിട്ട് പറയുകയാണ്, ആധാരം മാറ്റിവെക്കാൻ തോന്നിയത് എത്ര നന്നായി. വീഡിയോ എടുത്ത ശേഷം കമലൻ പറയുകയാണ്, ഇത് തന്നെ ധാരാളം, ആവശ്യത്തിനുള്ള തെളിവായി. കൂൾ ഡ്രിങ്ക്സ് കുടിക്കാൻ നേരം രാജേശ്വരി ചോദിക്കുകയാണ്, ഇത് വിശ്വസിക്കാമല്ലോ അല്ലേ സുസ്മിതേ? മനസ്സിലാകാതെ സുസ്മിത ചോദിക്കുകയാണ്, ചേച്ചി എന്താ അങ്ങനെ ചോദിച്ചത്? അല്ല, കൂൾ ഡ്രിങ്ക്സിലും കഷായത്തിലുമൊക്കെ കൊടും വിഷം ചേർത്ത് ആളെ കൊല്ലുന്നതാണ് ഇപ്പോഴത്തെ ട്രെൻഡ്. കുടിച്ച ഉടനെ കൊഴിഞ്ഞു വീണ് ചാവും. നീ പറഞ്ഞ റെസ്റ്റോറൻറ്റ്, നീ പറഞ്ഞ കൂൾ ഡ്രിങ്ക്സ്, കുഴപ്പമൊന്നും ഇല്ലല്ലോ അല്ലേ എന്ന് രാജേശ്വരി ചോദിക്കുമ്പോൾ സുസ്മിത പറയുകയാണ്, അങ്ങനെയാണെങ്കിൽ ആ ശാലിനിയെ ഇങ്ങനെ എനിക്കങ്ങ് തട്ടിയാൽ പോരെ ചേച്ചി? ചിരിച്ച് രാജേശ്വരി പറയുകയാണ്, അത് നീ ചെയ്യില്ല എന്ന് എനിക്കറിയാം. അവളെ നീ അങ്ങനെ എളുപ്പമൊന്നും ഈ ഭൂമിയിൽ നിന്നും പറഞ്ഞു വിടില്ല. നരകിപ്പിച്ച് നീ പറഞ്ഞയക്കൂ. അന്നേരം സുസ്മിത പറയുകയാണ്, അപ്പോൾ ചേച്ചിക്ക് ബുദ്ധിയുണ്ട്. പക്ഷേ ഞാനെന്തിന് ചേച്ചിയെ കൊല്ലണമെന്ന് ചോദിക്കുകയാണ് സുസ്മിത. അന്നേരം രാജേശ്വരി പറയുകയാണ്, തെളിവ് നശിപ്പിക്കാനായിട്ട്. അങ്ങനെയും ചിന്തിക്കാമല്ലോ. അത് കേട്ട് സുസ്മിത പറയുകയാണ്, എങ്കിൽ പിന്നെ എനിക്ക് ആധാരം അങ്ങ് കത്തിച്ച് കളഞ്ഞാൽ പോരായിരുന്നില്ലേ? രാജേശ്വരി പറയുകയാണ്, നമ്മൾ ഒന്നിച്ച് നീങ്ങുന്നത് തന്നെയാണ് നല്ലത്. അക്കാര്യം എപ്പോഴും ഓർമ്മയുണ്ടാവണം. ഷുവറെന്ന് പറയുകയാണ് സുസ്മിത. തുടർന്ന് ചേഴ്സ് പറഞ്ഞ് രണ്ടുപേരും കൂൾ ഡ്രിങ്ക്സ് കുടിക്കുകയാണ്. അതേസമയം അവിടെ ഇരിക്കുന്ന കമലം പറയുകയാണ്, ആശാൻ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ലല്ലോ, ഏട്ടത്തി അമ്മയെ ഒന്ന് വിളിച്ചു നോക്കാം.
തുടർന്ന് ശാലിനിയെ ഫോൺ ചെയ്ത് കമലം പറയുകയാണ്, ഏട്ടത്തിയമ്മയെ ഞാൻ കമലനാണ്, പറഞ്ഞോ കമല എന്ന് പറയുകയാണ് ശാലിനി. ഏട്ടത്തിയമ്മേ, ആശാനെ ഫോൺ ചെയ്തിട്ട് കിട്ടുന്നില്ലല്ലോ, എവിടെയാണ്? പുറത്തേക്ക് പോയതാണെന്ന് ശാലിനി പറയുമ്പോൾ കമലം പറയുകയാണ്, ഏട്ടത്തിയമ്മയെ തെളിവ് കിട്ടി. ഏട്ടത്തിയമ്മയുടെ വീടിൻ്റെ ആധാരത്തിന് പകരം സത്യാമ്മയുടെ വീടിൻ്റെ ആധാരം മാറ്റിവെച്ചത് ആശാനല്ല. ഇത് എന്നെ വിളിച്ച് പറയാനായിട്ട് ഇയാളുടെ ആശാൻ തന്നെ പറഞ്ഞു പഠിപ്പിച്ചതായിരിക്കുമല്ലേ? എന്നിട്ട് ഇയാളുടെ ആശാനിപ്പോൾ കൂടെ ഉണ്ടോയെന്ന് ചോദിക്കുകയാണ് ശാലിനി. ഈ ഏട്ടത്തിയമ്മയെ ഞാൻ എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കാനാണ്? ആ സുസ്മിതയാണ് ഏട്ടത്തിയമ്മയുടെ ആധാരം മാറ്റിവെച്ചത്. സുസ്മിതയൊന്ന് ശാലിനി ചോദിക്കുമ്പോൾ കമലം പറയുകയാണ്, അതെ ഏട്ടത്തിയമ്മേ, എൻ്റെ കയ്യിൽ അതിനുള്ളൊരു തെളിവുണ്ട്. ഒരു വീഡിയോ, അതിപ്പോൾ ഞാൻ അയച്ചു തരാം എന്ന് പറഞ്ഞ് ശാലിനിക്ക് വീഡിയോ അയക്കുന്നു കമലൻ. തുടർന്ന് കമലൻ അയച്ച വീഡിയോ കണ്ട് ആകെ ഞെട്ടി നിൽക്കുകയാണ് ശാലിനി. ഇത്രയുമാണ് നാളത്തെ എപ്പിസോഡ് വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക്